ഇന്നത്തെ നമ്മുടെ ഈ സ്പെഷ്യൽ ഡയറ്റ് ചെയ്യുന്നവർക്കും പ്രത്യേകിച്ചും ഷുഗർ കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും വയറിലെ ഇൻഫ്ലമേഷൻ തടയാനും ഹൃദയത്തിൻ്റെയും ഒപ്പം കുടലിൻ്റെയും ആരോഗ്യത്തിന് തയ്യാറാക്കാൻ പറ്റുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി മീലാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് യോഗേർട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിൽ യോഗേർട്ട് ഇല്ലെങ്കിൽ ഗ്രീക്ക് യോഗേർട്ട് എടുക്കാം, അതുമല്ലെങ്കിൽ പുളി കുറഞ്ഞ കട്ട തൈരും എടുക്കാവുന്നതാണ്. യോഗേർട്ടിൽ പ്രോബയോട്ടിക്സും പെപ്റ്റൈഡ്സും കാൽസ്യവും അടങ്ങിയിട്ടുള്ളതിനാൽ ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും ഡൈജഷൻ ബെറ്റർ ആക്കാനും ബോഡി ഒന്ന് കൂളാക്കാനും ഡെയിലി നമ്മുടെ ഡയറ്റിൽ 1 ബൗൾ യോഗേർട്ടെങ്കിലും ഉൾപ്പെടുത്താം. ഇനി ഇതിലേക്ക് ചോപ്ഡ് ക്യൂക്കമ്പർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യൂക്കമ്പർ ബോഡി ഹൈഡ്രേറ്റ് ചെയ്യാനും ഡൈജഷൻ സ്മൂത്ത് ആക്കാനും ഒപ്പം വെയിറ്റ് കൺട്രോളിനും നല്ലൊരു ഓപ്ഷൻ കൂടിയാണ്. കൂടെ തന്നെ അല്പം ചോപ്ഡ് ഒനിയൻ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ 1 ടേബിൾ സ്പൂൺ ഫ്രഷായി പൊടിച്ച ഫ്ലാക്സ് സീഡ്സ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലാക്സ് സീഡ്സിൽ ധാരാളം പ്രോട്ടീനും വൈറ്റമിൻസും സോലുബിൾ ഫൈബേഴ്സും ഒമേഗ 3 ഫാറ്റി ആസിഡ്സും അടങ്ങിയിട്ടുള്ളതിനാൽ കൊളസ്ട്രോളും ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനും ബോഡിയിലെ ഇൻഫ്ലമേഷൻ മാർക്കേഴ്സായ CRP HSCRP ലെവൽസ് കുറയ്ക്കാനും സഹായിക്കുന്നതായിട്ട് പല പഠനങ്ങളും പറയുന്നുണ്ട്. ഒപ്പം ഹാർട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും ഇത് നമ്മുടെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതുമാണ്. നമ്മുടെ യോഗേർട്ട് മിക്സിൻ്റെ ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് കുറച്ച് റോസ്റ്റഡ് ക്യൂമിൻ സീഡ്സ് പൗഡർ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് പെട്ടെന്നൊരു തട്ക തയ്യാറാക്കാം. അതിനായിട്ട് ചൂടായി വന്ന പാനിലേക്ക് അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കുറച്ച് കടുകും ജീരകവും ഫ്ലേവറിന് ആവശ്യമായ ഗാർലിക് ചോപ്പ് ചെയ്തതും കുറച്ച് ഹെൽത്തി ഫാറ്റ്സ് കിട്ടാനായിട്ട് 4 പീനട്സ് കൂടി ചേർത്ത് നമ്മുടെ ഫ്ലാക്സ് സീഡ് യോഗേർട്ട് മിക്സിലേക്ക് താളിച്ചൊഴിക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി മീൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഈവൻ ലൈറ്റ് ഡിന്നറായിട്ടും കഴിക്കാവുന്ന മീല് കൂടിയാണ്. പ്രത്യേകിച്ചും ബ്ലഡ് ഷുഗർ ലെവൽ നിയന്ത്രിക്കാനും കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും വയറിലെ നല്ല ബാക്ടീരിയയ്ക്കും ദഹനം മെച്ചപ്പെടുത്താനും അമിതവണ്ണം തടയാനും തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്താം. പ്രോബയോട്ടിക് വെച്ചിട്ട് ഒരുപാട് ഹെൽത്തി റെസിപ്പീസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് പോയി നോക്കാവുന്നതാണ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.